ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും മെസ്സേജ് ബോക്സിലും കൊടുത്തേക്കാം. ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണേ. അതിനകത്ത് ഡെയിലി കറണ്ട് അഫയേഴ്സ്, PSC അപ്ഡേറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. സ്ത്രീകളുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവകാലത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് സൗജന്യമായി മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്ത പദ്ധതിയാണ് തിങ്കൾ പദ്ധതി. എന്താണ് തിങ്കൾ പദ്ധതി? സ്ത്രീകളുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവകാലത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് സൗജന്യമായി മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്ത പദ്ധതിയാണ് തിങ്കൾ പദ്ധതി. KSRTC ടോൾ ഫ്രീ നമ്പർ 149. KSRTC ടോൾ ഫ്രീ നമ്പർ ഏതാണ്? 149. ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തുഹീൻ കാന്ത പാണ്ഡെ. ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തുഹീൻ കാന്ത പാണ്ഡെ. ചന്ദ്രനിൽ ഇറങ്ങുന്ന മൂന്നാമത്തെ സ്വകാര്യ ലാൻഡറാണ് അധീന. ചന്ദ്രനിൽ ഇറങ്ങുന്ന മൂന്നാമത്തെ സ്വകാര്യ ലാൻഡറാണ് അധീന. ഇൻഡ്യൂറ്റീവ് മെഷീൻസിൻ്റെ ആണ് അധീന എന്ന സ്വകാര്യ ലാൻഡർ. ഒഡീസിയസും അധീനയും ഇൻഡ്യൂറ്റീവ് മെഷീൻ തന്നെയാണ്. ചന്ദ്രനിൽ ഇറങ്ങുന്ന മൂന്നാമത്തെ സ്വകാര്യ ലാൻഡറാണ് അധീന. അധീന ഇപ്പോൾ കാണാതെ ആയിട്ടുണ്ട്. എവിടെ പോയെന്ന് അറിയത്തില്ല. ലാൻഡ് ചെയ്തു, പക്ഷേ പിന്നീട് അതിനെ കാണാനില്ല. അപ്പോൾ ഇൻഡ്യൂറ്റീവ് മെഷീൻസിൻ്റെ തന്നെയാണ് ഒഡീസയും അധീനയും എന്ന് പ്രത്യേകം ഓർത്തു വെച്ചേക്കുക. മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയിട്ട് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് എന്ന്? 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയിട്ട് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത്. ഇപ്പോൾ അതിൻ്റെ 100ാം വാർഷികമാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. രാജഗോപാലാചാരി, മഹാദേവ് ദേശായി, ദേവദാസ് ഗാന്ധി, EV രാമസ്വാമി നായ്ക്കർ എന്നിവരും മഹാത്മാഗാന്ധിയുടെ ഒപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കാം. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നോക്കുന്നത് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ്. കുറച്ച് കുട്ടികൾ അങ്ങനെ ഒരുപാട് റിപ്പീറ്റേഷൻ വേണ്ട എന്ന് പറഞ്ഞു, കുറേ പേര് വേണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഒരു പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. സ്ത്രീകളുടെ സുരക്ഷിതവും ആരോഗ്യകരവുമായ ആർത്തവകാലത്തിനായി പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് സൗജന്യമായി മെൻസ്ട്രൽ കപ്പുകൾ വിതരണം ചെയ്ത പദ്ധതി തിങ്കൾ പദ്ധതി. KSRTC ടോൾ ഫ്രീ നമ്പർ 149. ഓഹരി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ തുഹീൻ കാന്ത പാണ്ഡെ. ചന്ദ്രനിലിറങ്ങുന്ന ആദ്യ സ്വകാര്യ ലാൻഡറാണ് ഒഡീസിയസ്. ആദ്യ സ്വകാര്യ ലാൻഡർ ഒഡീസിയസ്. ഇപ്പോൾ ഇറങ്ങിയത് മൂന്നാമത്തെ സ്വകാര്യ ലാൻഡറാണ് അധീന. രണ്ടും ഇൻഡ്യൂറ്റീവ് മെഷീൻ്റെ തന്നെയാണ്. അധീന ഇപ്പോൾ കാണാനില്ല. മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയിട്ട് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചതിൻ്റെ 100ാം വാർഷികമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തിയത്. ഒപ്പമുണ്ടായിരുന്നവർ C. രാജഗോപാലാചാരി, മഹാദേവ് ദേശായി, ദേവദാസ് ഗാന്ധി, EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹമായ കൃതിയാണ് KV കുമാരൻ്റെ യാനം എന്ന നോവൽ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹമായ കൃതിയാണ് KV കുമാരൻ്റെ യാനം എന്ന നോവൽ. യാനം എന്ന നോവൽ കന്നഡ എഴുത്തുകാരൻ SN ഭൈരപ്പയുടെ നോവലിൻ്റെ പരിഭാഷയാണ് നടത്തിയത്. കന്നഡ എഴുത്തുകാരൻ SN ഭൈരപ്പയുടെ നോവലാണ് യാനം. കന്നഡ എഴുത്തുകാരൻ SN ഭൈരപ്പയുടെ നോവലാണ് യാനം. അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ് KV കുമാരൻ. KV കുമാരൻ്റെ ഏത് കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? പോലീസുകാരൻ്റെ പെൺമക്കൾ. KV കുമാരൻ്റെ ഏത് കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? പോലീസുകാരൻ്റെ പെൺമക്കൾ. പത്മശ്രീ അവാർഡ് നേടിയ ഏക തെയ്യക്കോലധാരിയാണ് പത്മശ്രീ നാരായണ പെരുവണ്ണൻ. പത്മശ്രീ അവാർഡ് നേടിയ ഏക തെയ്യക്കോലധാരി പത്മശ്രീ നാരായണ പെരുവണ്ണൻ. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിനായി സംസ്ഥാന കൺട്രോൾ വകുപ്പിൻ്റെ ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻപ്രൗഡ് പദ്ധതി. എൻപ്രൗഡ് പദ്ധതി എന്ന് വെച്ചാൽ എന്താ? ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. കേരളത്തിലെ നിലവിലെ വ്യാവസായിക മന്ത്രി P. രാജീവ്. നമുക്ക് പെട്ടെന്ന് നോക്കാം. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2024 മികച്ച മലയാള പരിഭാഷയ്ക്കുള്ള അവാർഡിന് അർഹമായ കൃതിയാണ് KV കുമാരൻ്റെ യാനം എന്ന നോവല്. SN ഭൈരപ്പയുടെ യാനം എന്ന നോവലിൻ്റെ മലയാള പരിഭാഷയാണ്
KV കുമാരൻ തയ്യാറാക്കിയത്. അത് കന്നഡ നോവലായിരുന്നു. KV കുമാരൻ്റെ ഏത് കൃതിക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? പോലീസുകാരൻ്റെ പെൺമക്കൾ എന്നത് KV കുമാരൻ്റെ കൃതിയാണ്. അതിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. പത്മശ്രീ അവാർഡ് നേടിയ ഏക തെയ്യക്കോലധാരിയാണ് പത്മശ്രീ നാരായണ പെരുവണ്ണൻ. കാലഹരണപ്പെട്ടതും ഉപയോഗശൂന്യമായതുമായ മരുന്നുകൾ ശാസ്ത്രീയമായി ശേഖരിച്ച് സംസ്കരിക്കുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാന കൺട്രോൾ വകുപ്പിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് എൻപ്രൗഡ് പദ്ധതി. എൻപ്രൗഡ് എന്നാൽ ന്യൂ പ്രോഗ്രാം ഫോർ റിമൂവൽ ഓഫ് അൺയൂസ്ഡ് ഡ്രഗ്സ്. ഇന്ത്യയിൽ ആദ്യത്തെ സൗരോർജ്ജ വിനോദസഞ്ചാര ബോട്ടാണ് ഇന്ദ്ര. കേരളത്തിലെ നിലവിലെ വ്യാവസായിക വകുപ്പ് മന്ത്രി P. രാജീവ്. ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? E-ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകൾ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഓപ്പറേഷൻ സുതാര്യത എന്താണ്? E-ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകൾ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ 2 ദിവസം മുമ്പ് നടന്ന പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. 6-ാം തീയതി നടന്ന എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് ഓപ്പറേഷൻ സുതാര്യത. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ? ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുജറാത്ത്. അന്തരിച്ച മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ആദ്യമായി ആലപിച്ച ചലച്ചിത്ര ഗാനമാണ് മുല്ലപ്പൂ മാലയുമായി എന്നുള്ള ഗാനം. കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലെയാണ് 1965 പാട്ടാണിത്. അന്തരിച്ച മലയാളത്തിൻ്റെ ഭാവഗായകൻ P. ജയചന്ദ്രൻ ആദ്യമായി ആലപിച്ച ചലച്ചിത്ര ഗാനമാണ് മുല്ലപ്പൂ മാലയുമായി. കുഞ്ഞാലി മരക്കാർ എന്ന സിനിമയിലാണ് 1965. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ 100-ാം ജന്മവാർഷികമാണ് 2024 ഡിസംബർ 25 ആഘോഷിച്ചത്? AB വാജ്പേയി. ഇന്ത്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റാണ് ബഹദൂർ സിംഗ് സാഹു. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റ് ബഹദൂർ സിംഗ് സാഹു. എഴുത്തച്ഛൻ പുരസ്കാരവും JC ഡാനിയൽ പുരസ്കാരവും നേടിയ എഴുത്തുകാരൻ 2024 ഡിസംബർ 25 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? MT വാസുദേവൻ നായർ. എഴുത്തച്ഛൻ പുരസ്കാരം 2011-ലും JC ഡാനിയൽ പുരസ്കാരം 2013-ലും നേടിയ മലയാളി എഴുത്തുകാരൻ 2024 ഡിസംബർ 25 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? MT വാസുദേവൻ നായർ. കേരളത്തിൻ്റെ എത്രാമത് ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ? 23-ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? E-ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകൾ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധന. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. അന്തരിച്ച മലയാളത്തിൻ്റെ ഭാവഗായകൻ P. ജയചന്ദ്രൻ ആദ്യമായി ആലപിച്ച ചലച്ചിത്ര ഗാനമാണ് മുല്ലപ്പൂ മാലയുമായി. ഏത് മുൻ പ്രധാനമന്ത്രിയുടെ 100-ാം ജന്മവാർഷികമാണ് 2024 ഡിസംബർ 25 ആഘോഷിച്ചത്? AB വാജ്പേയി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ്റെ പുതിയ പ്രസിഡന്റാണ് ബഹദൂർ സിംഗ് സാഹു. എഴുത്തച്ഛൻ പുരസ്കാരം 2011-ഉം JC ഡാനിയൽ പുരസ്കാരം 2013-ഉം നേടിയ മലയാളി എഴുത്തുകാരൻ 2024 ഡിസംബർ 25 അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? MT വാസുദേവൻ നായർ. കേരളത്തിൻ്റെ 8ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 23-ാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. 2024 ഡിസംബർ 26 അന്തരിച്ച മൻമോഹൻ സിംഗ്. അദ്ദേഹം 92 വയസ്സുള്ളപ്പോഴാണ് അന്തരിച്ചത്. ഏത് കാലത്താണ് 2 പ്രാവശ്യം പ്രധാനമന്ത്രി പദവി വഹിച്ചത്? 2004 to 2014. 2024 ഡിസംബർ 26 അന്തരിച്ച മൻമോഹൻ സിംഗ് ഏത് കാലത്താണ് 2 പ്രാവശ്യം പ്രധാനമന്ത്രി പദവി വഹിച്ചത്? 2004 to 2014. അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? 47-ാമത്തെ. ഇന്ത്യയിൽ നിർമ്മിച്ച 3 അത്യാധുനിക യുദ്ധക്കപ്പൽ അടുത്തിടെ ആദ്യമായി ഒരുമിച്ച് കമ്മീഷൻ ചെയ്തവയുടെ പേരെന്താണ്? INS സൂററ്റ്, INS നീലഗിരി യുദ്ധക്കപ്പൽ, INS വാക്ഷിർ. INS സൂററ്റും INS നീലഗിരിയും യുദ്ധക്കപ്പലുകളാണ്. INS വാക്ഷിർ മുങ്ങിക്കപ്പലാണ്. ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ചത് ഏത് പേടകത്തിലാണ്? പോയം 4. ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർ വിത്തുകൾ മുളപ്പിച്ച ഏത് പേടകത്തിലാണ്? പോയം 4. PSLV. പോയം എന്നാൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെൻറ്റ് മോഡൽ 4. മുപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവായ അന്തരിച്ച കാർട്ടൂണിസ്റ്റാണ് ജോർജ് കുമ്പനാട്. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നോക്കുന്നത് കിട്ടുന്നുണ്ടോ, എല്ലാം ഓർമ്മയിൽ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ്. 2024 ഡിസംബർ 26 അന്തരിച്ച മൻമോഹൻ സിംഗ്. 92 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ഏത് കാലത്താണ് 2 പ്രാവശ്യം പ്രധാനമന്ത്രി പദം വഹിച്ചത്? 2004 to 2014. അമേരിക്കൻ ഐക്യനാടുകളുടെ എത്രാമത്തെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്? അമേരിക്കൻ ഐക്യനാടുകളുടെ
47ാമത്തെ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. ഇടവിട്ട വർഷങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റായ ഏക വ്യക്തിയും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച 3 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ അടുത്തിടെ ആദ്യമായി ഒരുമിച്ച് കമ്മീഷൻ ചെയ്തു. അവയുടെ പേരാണ് INS സൂറത്ത്, INS നീലഗിരി യുദ്ധക്കപ്പൽ, INS സൂറത്തും INS നീലഗിരിയും. യുദ്ധക്കപ്പലാണ് INS വാക്ഷീർ മുങ്ങിക്കപ്പൽ. ബഹിരാകാശത്ത് ആദ്യമായി ഇന്ത്യയുടെ പയർവിത്തുകൾ ഒളിപ്പിച്ചത് ഏത് പേടകത്തിലാണ്? പോയം എന്നാൽ PSLV ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂൾ 4. ഉപ്പായി മാപ്പിള എന്ന കാർട്ടൂൺ കഥാപാത്രത്തിന്റെ സൃഷ്ടാവായ അന്തരിച്ച കാർട്ടൂണിസ്റ്റ് ജോർജ് കുമ്പനാട്ട്. ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.